സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ മൂന്നാം വർഷവും മത്സരിച്ച ഇനങ്ങളിലെല്ലാം എ ഗ്രേഡ് നേടിയ മിടുക്കിയാണ് കണ്ണൂർ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ +1 വിദ്യാർത്ഥിനി KV മെസ്തന. CBSE 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ പാഠ്യവിഷയം കൂടിയാണ് ഈ മിടുക്കിയുടെ കവിതയായ കാലം തെറ്റിയ മഴ. വിവിധ കലകളിലെയും മെസ്തന തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ആളെ കാഴ്ചയിൽ നമുക്ക് ചെറുതായി തോന്നാം, ചെറിയ കുട്ടിയായി തോന്നാം, പക്ഷേ ആൾ വലിയ ഒരു സംഭവമാണ്. അതിൽ പറയാനുള്ള ഒരു കാരണം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം മാത്രമല്ല, നിലവിൽ CBSE സ്കൂളിലെ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഈ കൊച്ചുമിടുക്കിയുടെ കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത കുറുമാത്തൂരിലെ KV മെസ്നയാണ് ഈ താരമെന്ന് പറയുന്നത്. KV മെസ്നയുടെ ഒരു കഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ കലോത്സവത്തിൽ ഇത്തവണ ഉൾപ്പെടെ മത്സരിച്ച ഇനങ്ങളിലെല്ലാം എ ഗ്രേഡ് സ്വന്തമാക്കി എന്നുള്ളതാണ്. രചനാ മത്സരങ്ങളിലെ ഒരു പ്രതിഭയാണ്, വളർന്നു വരുന്ന ഒരു വലിയ ഒരു കവയിത്രി എന്ന് തന്നെ നമുക്ക് പറയാം. KV മെസ്ന ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. മെസ്നെ, ഇത്തവണയും നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഏതൊക്കെ ഇനത്തിലാണ് ഇത്തവണ എ ഗ്രേഡ്? മലയാളം കവിതാരചന, മലയാളം ഉപന്യാസം. ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞു, മെസ്നയുടെ ഒരു കവിത ഒരു പാഠ്യവിഷയമായിട്ട് CBSE 7ാം ക്ലാസ് പാഠപുസ്തകത്തിലുണ്ട് എന്നുള്ളത്. അത് ഏത് കവിതയാണ്? കാലം തെറ്റിയ മഴ എന്നാണ് കവിതയുടെ പേര്. ആ കവിത ഒന്ന് 2 വരി ചൊല്ലിയാലോ? കാലം തെറ്റിയ മഴ. കോപത്താൽ കത്തിജ്വലിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു, മനുഷ്യരാണ് നിന്റെ അന്തകർ. അനുജത്തിയുടെ അവസ്ഥ കണ്ട് മനം നൊന്ത് ശുക്രൻ ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞു. ഭൂമിദേവിയോടുള്ള സ്നേഹം നിലാവായി ചന്ദ്രൻ പരത്തി. അത്ര മതിയോ? മതി. കഴിഞ്ഞ തവണ കൊല്ലത്തുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു അല്ലേ? ഇവിടെ എ ഗ്രേഡ് നേടി. സ്വാഭാവികമായിട്ടും ആരൊക്കെയാണ് പ്രചോദകരായിട്ട് കൂടിയുള്ളത്? എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് എനിക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ തരുന്നതും ഓരോ മത്സരത്തിന് പോകുമ്പോൾ അതിനുള്ള മോട്ടിവേഷനും എല്ലാം തരുന്നത്. സ്കൂളിലെ അധ്യാപകരും നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും അവർ നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ കുറുമാത്ത സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മധുമാഷും എന്നെ മലയാളം മാഷാണ്, എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. വലുതാകുമ്പോൾ എന്താവണമെന്ന്, അച്ഛനമ്മയും പോലെ അധ്യാപകനാവണമെന്നാണല്ലോ വേറെന്താ ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നും കാര്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഏത് മേഖലയിലേക്ക് പോയാലും എഴുത്തിനെ കൂടെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എഴുത്തൊരു വലിയ പാഷനാണ്. അതെ, വലിയ പാഷനാണ്. എത്ര പുസ്തകങ്ങൾ വായിക്കും ഒരു വർഷം? അങ്ങനെ കണക്കൊന്നുമില്ല, സമയം കിട്ടുന്നതിനനുസരിച്ച്. എപ്പോഴും സമയം കിട്ടുമ്പോൾ ബുക്ക് വായിക്കാൻ ശ്രമിക്കും. എല്ലാ ദിവസവും പുസ്തകം വായിക്കാറുണ്ട്? ശ്രമിക്കാറുണ്ട്. അപ്പോൾ പരമാവധി നന്നായി പുസ്തകം വായിക്കുന്ന ആളാണ്. മാത്രമല്ല മറ്റ് കഴിവുകളും കൂടിയുണ്ട് അല്ലേ? നന്നായി ഡാൻസ് ചെയ്യും, പാട്ട് പാടും. അത് എന്തൊക്കെയാണ് കഴിവുള്ളത്? ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എല്ലാത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. പാട്ടും പഠിച്ചിരുന്നു. എന്നാ 2 വരി പാട്ടായാലോ നമുക്ക്? പാട്ടൊന്നും ഇപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആലോചിച്ചോ ഏതോ പാട്ടൊന്നും ആലോചിച്ചോ. ഒന്നും ശരിയല്ല. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത് ട്രെൻഡിങ് ആയ ഏതെങ്കിലും പാട്ടോ ഓർമ്മയില്ല? ഇല്ല. അയ്യോ, ഇങ്ങനെയാണോ മെസ്ന പറയുന്നത്? മെസ്ന നല്ലൊരു അഭിനേത്രി കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മിടുക്കിയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് മത്സരം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്താ ബാക്കി പ്ലാൻ? പുതിയ രചനകൾ എന്തെങ്കിലും ഉണ്ടോ? രചനകൾ എഴുതുന്നുണ്ട്. ഇനി സ്കൂളിൽ പോയി അതിന്റെ പഠിത്തത്തിന്റെ തിരക്കിലേക്ക് പോകണം. +1 ആണ്. ഉഷാറാക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോളെ. യെസ്. മെസ്സിന് ഞാൻ പറഞ്ഞ പോലെ സകലകലാ വല്ലഭയാണ്. നന്നായി അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നല്ല വായനയുള്ള കുട്ടിയാണ്. വ്യക്തിപരമായി അറിയാവുന്ന കുട്ടി കൂടിയാണ്. മെസ്സിനെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. ആശംസയ്ക്കപ്പുറം അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടിയും അത് വലിയ ഉയരങ്ങളായി തീരട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.